ചിങ്ങവനം പോലീസാണ് ഏതാനും ഉച്ചയ്ക്ക് ശേഷം ഇയാളെ പിടികൂടിയത്. ഇയാൾ കുറിച്ചിയിലുള്ള ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് മറ്റൊരു പേരിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണ്. തിരുവനന്തപുരം കഠിനംകുളത്ത് പട്ടാപ്പകൽ ഒരു വീട്ടമ്മയെ കുത്തിക്കൊന്ന ഒരുത്തനുണ്ട്. ജോൺസൺ എന്നാണ് അവൻ്റെ പേര്. ഈ ജോൺസനെ പരിചയപ്പെടുന്നത് ഈ ആതിര ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ചെയ്തിട്ട് റീൽസൊക്കെ ഇട്ട് കൊടുത്ത് കുണുങ്ങുന്ന ഒരാളാണ് ഈ പറയുന്ന ജോൺസൺ. ജോൺസൺ മാവുങ്കലൊന്നുമല്ല, ഇത് ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ഒരുത്തനാണ്. ഇവൻ ഭയങ്കര വില്ലനാ. ഇവൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നൊന്നര വില്ലനാ. ഈ പറയുന്ന ആതിരയുടെ ഹസ്ബൻഡായ പോറ്റി, ഈ പോറ്റിക്ക് ഈ ആതിരയെ പോറ്റാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് അറിയത്തില്ല, ഇപ്പോൾ വന്നവൻ പോറ്റാൻ വേണ്ടി പോയതാ, അത് ഒന്നൊന്നര പോറ്റായി പോയി, കൊന്ന് അവിടെ കിട്ടും. അതാണ് അവൻ്റെ പോറ്റൽ. ഇവൻ പലപ്പോഴായിട്ടും ഈ ആതിരയുടെ കയ്യിൽ നിന്ന് പൈസ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു ഹണി ട്രാപ്പ് എന്ന രീതിയിൽ തന്നെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഏതൊരു വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പൈസ തട്ടലായിരുന്നു. അവസാനം ഈ പൈസയൊക്കെ തട്ടിക്കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു ഭീഷണി, എടി കൊച്ചെ നീ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ നീ വരണം എന്ന് പറഞ്ഞുകൊണ്ട് 7 മാസം മുമ്പേ ഒരു ഭീഷണി. അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിന് മുമ്പ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ പറയുന്ന ആതിര ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പറയുന്ന രാജീവിനോട് പറഞ്ഞു. രാജീവ് പോറ്റിയാണ്, പാവം പോയി അമ്പലത്തിൽ പോയി പോറ്റി വേലയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത്. അവൻ പരാതി കൊടുക്കാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇവള് പറഞ്ഞു, പരാതി കൊടുക്കല്ലേ, ഞാൻ ചത്ത് കളയും, നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ മാനം പോകുമെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഒടുവിൽ എന്തായി, പുള്ളിക്കാരി തന്നെ അവിടെ മരിക്കേണ്ടതായിട്ട് വന്നു. അന്ന് പോയി പരാതി കൊടുത്തിരുന്നെങ്കിൽ അവനെ പിടിച്ച് ഉള്ളിലിട്ടേനെ, ഇടത്തില്ലേ? അതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ വഴിവിട്ട ഒരു ബന്ധം. അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒടുവിൽ എന്താ, അവനെ പോലീസ് പൊക്കിയപ്പോഴോ അവൻ ഭയങ്കര സംഭവമാണ് അവൻ ചെയ്തത്. അവൻ പൊക്കിക്കഴിഞ്ഞപ്പോൾ പോലീസ് പൊക്കുമെന്നറിഞ്ഞപ്പോൾ, ചിങ്ങവനത്തു നിന്നാണ് അവനെ പൊക്കുമെന്നറിഞ്ഞപ്പോഴത്തേനും അവൻ വിഷം കഴിച്ചു. ഇതൊക്കെ ഒരു മാർഗ്ഗമാണ്, ഇത് അവനൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം അവൻ കാണിക്കുന്നത്. അവൻ എന്തുമായാലും പോലീസ് പൊക്കി. ആ വാർത്തയൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ചിങ്ങവനം പോലീസാണ് ഏതാനും ഉച്ചയ്ക്ക് ശേഷം ഇയാളെ പിടികൂടിയത്. ഇയാൾ കുറിച്ചിയിലുള്ള ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് മറ്റൊരു പേരിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ. ഇവനെയൊക്കെ ആരടപ്പാ വീട്ടിൽ കയറ്റി ഹോം നേഴ്സ് ആക്കുന്നത്? ഇവൻ പോകുന്നിടത്തെല്ലാം ഇത് തന്നെയാണോ പരിപാടി? ഇവന് 2 മക്കളൊക്കെ ഉള്ളതാ, എന്നിട്ടാണ് ഈ ചേട്ട ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം, ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി, ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ്. വിഷമോ മറ്റോ എന്തോ കഴിച്ചിട്ടുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനെ ഈ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കൂടുതൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് ഈ കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയത്. എന്നാലും ഈ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കുറിച്ചിയിൽ നിന്നാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് കർണകുളം പോലീസിന് കൈമാറുമെന്നാണ് അറിയിച്ചത്. എന്തായാലും ഇവൻ റീൽസ് ഒക്കെ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആതിരെ വശത്താക്കിയതാണ്. വശത്താക്കുക മാത്രമല്ല, പൈസ തട്ടലും അങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഒടുവിലാണ് ഈ കൊലപാതകവും ചെയ്തിരിക്കുന്നത്. നിസ്സാരക്കാരനൊന്നുമല്ല. അല്ല എങ്കിൽ അവസാനം ഇവനെ പിടിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഇവൻ പോയി വിഷവും അടിച്ചിട്ട് ഇവൻ കിടക്കേണ്ട കാര്യമുണ്ടോ? ഇവനെ കൊണ്ടുപോകുന്നത് കണ്ടോ? ഇവനെ ആ സ്ട്രെച്ചറിലൊക്കെ എടുത്തുകൊണ്ട് ആംബുലൻസിൽ പോലീസുകാർ ഇത്ര സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോയി അവന് ജീവൻ കൊടുത്തിട്ട് അവനെ പിന്നെ വിട്ടയക്കാൻ വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ പോലീസുകാർ കാണിക്കുന്നത്. അത് പോലീസുകാരെ സമ്മതിച്ചേ പറ്റൂ. ഇവനെ പോലുള്ള നാറുകളെയൊക്കെ എന്ത് ചെയ്യണം? ആ കൊച്ചിനെ കഴുത്തിൽ കത്തി കുത്തി കയറ്റി കൊല്ലുമായിരുന്നു, ടിവിയുടെ സൗണ്ടൊക്കെ കൂട്ടി വെച്ചിട്ട്. ഇവന്മാരൊക്കെ എന്തോ മെൻറ്റാലിറ്റി, ഇവൻ്റെയൊക്കെ മൈൻഡ് എങ്ങനെയാണ് വർക്കാവുന്നുള്ളതെന്ന് നോക്കിയേ. ഇതിന് തൊട്ട് മുമ്പല്ലേ ഞാനൊരു വാർത്ത പറഞ്ഞത്? അതിൻ്റെ അകത്ത് എന്തുവാ, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നതിന് ശേഷം, അതും ബാത്റൂമിൽ വെച്ച് വെട്ടിക്കൊന്നതിന് ശേഷം മാംസവും എല്ലുമൊക്കെ സെപ്പറേറ്റ് ആക്കി എല്ലിനെ മിക്സിയിലിട്ട് പൊടിച്ച് അതിട്ട് വേവിച്ച് 3 ദിവസം ഇട്ട് വേവിച്ചതിന് ശേഷം അതുകൊണ്ട് തടാകത്തിൽ കൊണ്ട് തള്ളുന്നു. എന്ത് മെൻറ്റാലിറ്റിയാണെന്ന് നോക്കിക്കോണം ഓരോരുത്തൻ്റെ. അത് സംശയരോഗം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ, ഇത് ഭയങ്കര സംഭവമാണ്. ഇത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു, അത് കഴിഞ്ഞതിന് ശേഷം സൊറ പറയുന്നു, കൂടുന്നു, ചാറ്റുകൾ കൂടുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ അങ്ങോട്ട് ഷെയർ ആക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇത് കാണിച്ചുകൊണ്ട് അവൻ പൈസ മേടിക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടന്നത്. ഇതിലേറ്റവും കൂടുതൽ നടന്നത് ഒരു ഹണി ട്രാപ്പ് പോലത്തെ ഒരു മാതൃകയാണ് ഇവിടെ നടന്നത്. ഈ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ ജോൺസൺ ഔസേപ്പ് വലിയ പുള്ളിയാണ്. ഇല്ല എങ്കിൽ ഇതൊന്നും ഇങ്ങനെ നടക്കത്തില്ല. എന്തായാലും പുള്ളിക്കാരനെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്ന ആ വീഡിയോ ഒന്ന് കണ്ടേ. കഠിനംകുളം ആതിര കൊലപാതക കേസിലെ പ്രതി ജോൺസൺ പിടിയിലായ വിവരം നേരത്തെ ആൻസില റേച്ചൽ സണ്ണി നമ്മൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ
ജോൺസൺ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഹോം സ്റ്റേയിൽ നിന്നാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ബിദിൻ അപ്ഡേറ്റ് ചെയ്യുന്നു. താൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പിടിയിലായ ശേഷം പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബിദിൻ എം ദാസ് വിശദാംശങ്ങളുമായി ലൈനിലുണ്ട്. ബിദിൻ. അനുപ്, വൈകിട്ട് 3:30 കൂടിയാണ് ചിങ്ങവനത്തിനടുത്ത് കുറിച്ചിയിലാണ് ഇയാൾ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ കണ്ടല്ലോ, അവന്റെ മൂക്കിൽ കൂടെ പൈപ്പും കയ്യെ കൂടെ മറ്റേ കുന്തമൊക്കെ കയറ്റി വെച്ചിട്ടാണ് അവനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത്. അവനെ നല്ല ചികിത്സ കൊടുത്തിട്ട് അവനെ അങ്ങനെ കൊണ്ടുവരണം, അവനെ ഇറക്കി വിടണം. ഇനി ഇതുപോലെ പലരെയും വശത്താക്കാനുള്ളവനാ. അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെളിവിടണം. ഇതുപോലെ സ്ത്രീകളും വഴിവിട്ട ബന്ധത്തോടു കൂടി പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവൻ രാവിലെ 5 മണിയാകുമ്പോൾ പോറ്റുവേലയ്ക്ക് പോകും. ഇവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ഇട്ട് കുത്തി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കാണിച്ചു കൂട്ടിയ ഒരു പണിയാണ് ഇവർക്ക് കിട്ടിയത്. അല്ലേ? ഇവിടെ പൈസയും പോയി, ഇവിടെ ജീവനും പോയി. ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും